ഓരോ മാർഗങ്ങൾ ചെറിയ ഹാൻഡ് എടുക്കാതെ പോകില്ലേ? അതെന്താണ് ഇത് പൊക്കിയിരുന്നത്? ചെറിയ ഹാൻഡ്. ഹലോ ഗൈസ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു മൂവി ഡേറ്റ് ആണ് കേട്ടോ. നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് കുറേ നാളുകൾക്ക് ശേഷം, കുറേ നാളായി. ലാസ്റ്റ് ടൈം നമ്മൾ അതിരടിക്ക് മുമ്പേ കണ്ട ഏതോ ഒരു മൂവിയാണ്. ഏത് സിനിമ ഉണ്ട് കഴിഞ്ഞ ദിവസം? കഴിഞ്ഞ ദിവസം, അയ്യോ ഞാൻ മറന്നുപോയി. കഴിഞ്ഞ ദിവസം മറ്റേ മോളിവുഡ് ടൈംസ് കണ്ടു. ഞാനത് മറന്നുപോയി. കാരണം രണ്ടുപേരും ഉറക്കമായത് കാരണം ആ രണ്ടുപേരും ആ സിനിമ വിളിച്ചില്ല. യെസ്, രണ്ടുപേരും ആ സിനിമ കണ്ടില്ല. രണ്ടുപേരും ഉറങ്ങിയോണ്ട് ആ സിനിമ കണ്ടതായിട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെയൊക്കെ കാണാമല്ലോ. അതുകൊണ്ട് എനിക്ക് അതല്ല വിറ്റേ. ആ സിനിമ കഴിഞ്ഞപ്പോഴില്ലേ, ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തിരുന്ന ആൾക്കാർ എണീറ്റ് നിന്ന് നമ്മളെ രണ്ടുപേരെ നോക്കുക. കാരണം എന്താ കാര്യം? കാരണം എന്താ അറിയോ, രണ്ടാളും കെട്ടിപ്പിടിച്ച് ആലിംഗന ബദ്ധരായി തിയേറ്ററിനകത്ത് കിടന്ന് ഉറങ്ങുന്നു. അപ്പുറത്തെയും ഇപ്പുറത്തെയും കസേരയും കാണാൻ തന്നെ ഒരു ക്യൂട്ട്നെസ് ആയിരുന്നു. അവർ വിചാരിച്ചായിരിക്കും ഇവർക്ക് വീട്ടിലുറങ്ങാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തിയേറ്ററിൽ വന്ന് നടന്നു ഉറങ്ങുന്നത്. അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയ മൂവിക്ക് പോകണം. പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ പോകണം. ഞങ്ങൾ ഇറങ്ങി. മഴയാണ്, വെള്ളമാണ്, ചെളിയാണ്, എല്ലാം ഉണ്ട്. മഴയും വെള്ളവും ചെളിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ ഈ ബാഗ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിലാണോ ഉള്ളത്? നോക്കിയത് നോക്ക്. അയ്യോ, അതെടുത്തില്ലെങ്കിൽ കീ എടുത്തില്ല. സമയം കളയാനുള്ള ഓരോ മാർഗങ്ങൾ. ചെറിയ ഹാൻഡ് എടുക്കാതെ പോകില്ലേ? അയ്യോ കൊണ്ടാ ഇല്ല. അതെന്താണ് ഇത് പൊക്കിയിരുന്നത്? ചെറിയ ഹാൻഡ് എടുക്കാതെ. ഇതൊക്കെയാണ് എനിക്ക്. അല്ല, ഞാൻ എപ്പോഴും എല്ലാവരും ചെയ്യുന്ന പരിപാടി. ഒന്ന് അച്ഛനോട് പറഞ്ഞ് എടുത്തോണ്ട് ചുവപ്പ് ആ ടേബിളിൻ്റെ ആ ടേബിളിൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. റൂമിലല്ല, അല്ലല്ല, നമ്മുടെ ലിവിങ്ങിൽ ഒരു ചുവന്ന പേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. അയ്യോ മറന്നുപോയി. ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കരുതി എടുത്തു എന്നാണ്. ബട്ട് മറന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് മറന്നുപോയി. അങ്ങനെ താക്കോലെടുക്കാൻ മറന്നയാൾ ഇതേ താക്കോലും കൊണ്ടുവരുന്നു. അയ്യോ, ഞാൻ സമയം കളഞ്ഞു എന്ന്. ഞാൻ എപ്പോഴും ഈ ബാഗിലാണ് ഇട്ടേക്കുന്നത്. രാവിലെ ഗ്യാസ് എടുക്കാൻ പോയപ്പം ആ പേഴ്സ് മാത്രം എടുത്തു പോയത്. സോ അപ്പന്മാരെ പോലെ ബാക്കിൽ കൊടയൊക്കെ തൂക്കിയിരിക്കണം. അത് വെച്ചോ, അതുകൊണ്ട് കാർ എടുത്തോ. അതുകൊണ്ടില്ലേ എടുക്കാൻ പറ്റില്ല. അങ്ങനെ മഴ വരുന്നുണ്ട്. നേരത്തെ ഒരു 2-3 സ്റ്റെപ്പ് മഴ പെയ്തായിരുന്നു. മേ ബി ഇനി മഴ പെയ്യുമായിരിക്കും. വണ്ടി കഴുകി മടുത്തു ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകും ചെളിയാവും. ഇന്നലെ വീട്ടിൽ നിന്ന് കഴുകി തുടച്ചിറങ്ങി വീണ്ടും ചെളിയായി. കഴുകും തുടയ്ക്കും ചെളിയാവും. ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് കഴുകി തുടച്ച് കൊണ്ടുവന്ന വണ്ടിയാണ്. ഇപ്പോൾ ഇതാ ഫുൾ ചെളിയായെന്ന് വെച്ചാൽ ഫുൾ ചെളിയായി. കണ്ടോ? എനിക്ക് ഈ ബ്ലാക്ക് ഇത് വണ്ടിയിൽ ചെളി പറ്റുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മളങ്ങനെ വണ്ടി എടുത്തു. ചെളിയാണ്, മഴയാണ്, എല്ലാമാണ്. ചെളിയാണ്, മഴയാണ്. വീണ്ടും മഴ, വീണ്ടും ചെളി, മഴ. ഞാൻ പറയായിരുന്നു എന്നും എനിക്ക് കഴുകക്കും തുടയ്ക്കും ചെളിയാവക്കും. ഇന്നലെ വീട്ടിൽ നിന്ന് രാവിലെ ഈ മഴക്കാലത്ത് വണ്ടി എടുത്തുള്ള കുഴപ്പമില്ല. 1.5 മണിക്കൂർ കൊണ്ടുപോകും, ചെളിയാവും. അങ്ങനെ കഴുകത്തില്ല. അയ്യോ, ഞാൻ കഴുകും. എനിക്ക് മഴ സമയത്താണ് വണ്ടി നല്ലപോലെ കെയർ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര സങ്കടമാണ് ചെളി പറ്റുമ്പോ. ബൈക്കാരാണെങ്കിലും കാർ കെയറാണെങ്കിലും. നേരത്തെ കാറാണെങ്കിലേ ചെളി പറ്റി അറിയത്തില്ല. മൺസൂൺ കെയർ എന്ന് പറയുന്നുണ്ട്, പാക്കേജിംഗ് ഉണ്ട്. പിന്നെ സിനിമ ഇന്ന് നടക്കൂല്ലെന്നൊന്നും അറിഞ്ഞൂടാ.
ഞങ്ങൾ കൂടെ ബുക്ക് ചെയ്തപ്പോ ആകെ 7 പേരാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എനിക്കറിയാൻ വയ്യ സിനിമ ഇനി ഓടി പടച്ച് അവിടെ ചെല്ലുമ്പോ സിനിമ ഇല്ലെങ്കിലാണ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. മറ്റൊരു പ്രശസ്ത തിയേറ്റർ. അതെ, ആ തിയേറ്ററിലാണ് പോകുന്നത്. സിനിമ നോക്കാം. ഇന്ന് കണ്ണ് വേറൊരു ഡ്രസ്സാണ് ഇടാൻ വേണ്ടി എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ഈ ഡ്രസ്സാണ് ഇടുന്നത്. സമ്മതിക്കത്തില്ല. ഞാനൊരു ഡ്രസ് എടുക്കും, അപ്പൊ ഇത് മാറ്റ്, ഈ ഷർട്ട് എടുക്കാൻ പറഞ്ഞു. ഇതിനൊക്കെ ഇനി എപ്പോഴെങ്കിലും വഴക്കുണ്ടാവുമ്പോ പറയേ, നിന്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ ഡ്രസ്സ് ഇടുന്നത്, നിന്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ ഇടുന്നത്, എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ, എന്റെ ഇഷ്ടം നീ എന്തെങ്കിലും അംഗീകരിക്കോ, എനിക്ക് എന്തെങ്കിലും തുണി ഇടാൻ പറ്റുമോ എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും നമുക്കൊരു ആഗ്രഹമില്ലേ ഗൈസ്, നമ്മളെ ഹസ്ബൻഡ് നമ്മളെ മാച്ചിങ് ഡ്രസ് ഇട്ട് വരണമെന്നും. അതുകൊണ്ട് ക്ഷമിക്കാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തുന്ന ലേറ്റ് ആകുമെന്ന് വിചാരിച്ചെങ്കിലും ലേറ്റ് ആയില്ല. ഫാസ്റ്റ് റൈഡർ, ഭയങ്കര റൈഡർ നമ്മളെ പെട്ടെന്ന് ഇവിടെ എത്തിച്ചത് കാരണം നമ്മൾ നേരത്തെ എത്തി. ഇനി സിനിമ നടക്കുമെന്ന് നോക്കട്ടെ. അറിയത്തില്ല, നോക്കാം. മിക്കപ്പോഴും കണ്ണൻ വർക്ക് ചെയ്യുന്ന തിയേറ്ററിലാണ് മിക്കപ്പോഴും മൂവി കാണാൻ പോകാറുള്ളത്. ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം അതല്ലാതെ മറ്റൊരു തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു കുറച്ച് നാളത്തേക്ക് ശേഷം ഇപ്പോഴാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ. അങ്ങനെ സിനിമ കഴിഞ്ഞു. കാരണം ഇപ്പോൾ കണ്ണൻ്റെ വർക്കിംഗ് പ്ലേസിലേക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. സിനിമ കഴിഞ്ഞിട്ട് ഞാനപ്പോൾ അങ്ങോട്ട് അവിടെ വിട്ടിട്ട് ഞാൻ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നു. കൊള്ളാം സിനിമ, ബോറടിപ്പിച്ചില്ല. ഒരു ഭയങ്കര ഒരു ത്രില്ലിങ്, ഒരു കംപ്ലീറ്റ് ഒരു ഫൈറ്റ് ഒക്കെ ഉള്ള നല്ല രസമുണ്ട് കേട്ടോ. നല്ല മൂവിയാ, ഇഷ്ടമായി. ആ സിനിമയുടെ പേര് പറഞ്ഞാൽ ബ്ലാസ്റ്റ് കാണാനാണ് വന്നത് കേട്ടോ. കുറെ കാലം കൂടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് അർജുന്റെ മൂവി കാണുന്നത്, തിയേറ്ററിൽ കാണുന്നത്. സോ രസമുണ്ട്. പിന്നെ അഭിരാമി ഇത്ര ഇങ്ങനൊരു ഗെറ്റപ്പിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ഭയങ്കര ഒരു സൂപ്പർ ഹീറോയിൻ ഒക്കെ ഒന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസമുണ്ട്, കൊള്ളാം, ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ തിരക്കൊക്കെ കുറവാണ്, എന്താണെന്ന് അറിയില്ല. പക്ഷെ നല്ല സിനിമയാണ്. എന്ത് ഇവിടെ അങ്ങനെ തിരക്കില്ല, എനിക്കൊന്ന് 10-17 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എല്ലാ ആൾക്കാരും ഇപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നത് കൊണ്ടും പിന്നെ ഓരോ ഏരിയയുടെ അടുത്തുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെയൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ സിറ്റിയിലൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് ഇവിടെ അതുകൊണ്ടായിരിക്കണം എത്ര തിരക്ക് കുറവ്. പക്ഷെ കൊള്ളാം, സിനിമ ഇഷ്ടമായി, നല്ല രസമുണ്ട്. ഇങ്ങനെ നല്ല സിനിമയൊക്കെ വരുമ്പോ ഇങ്ങനെ ആളൊക്കെ കുറയുമ്പോ ഭയങ്കര വിഷമം. അയ്യോ എന്താ ഇങ്ങനെ നമ്മളിങ്ങനെ ആൾക്കാരൊക്കെ കാണുന്നുണ്ടോ, ഇത്ര ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ റിവ്യൂസ് ഒക്കെ നോക്കുമ്പോഴും നല്ല റിവ്യൂ ആണ്. പിന്നെ എന്താണെന്ന് അറിയില്ല, ആൾക്കാർ കാണാനായിട്ടില്ലാത്ത. അപ്പൊ കണ്ണൻ വന്നിട്ട് കണ്ണന്റെ അഭിപ്രായം പറയും. ഞാൻ പറഞ്ഞു കുറെ നാള് കൂടിയിട്ടാണ് അർജുന്റെ മൂവി തിയേറ്റർ. അർജുന്റെ പടം ഇതിനു മുമ്പ് അങ്ങനെ തിയേറ്ററിൽ കണ്ടതൊന്നും ഓർക്കുന്നില്ല. ഞാൻ കണ്ടു, ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഏതോ സിനിമ കണ്ടിട്ടുണ്ട്. അല്ലാതെ അർജുന്റെ നല്ല പടം, തമിഴ് പടം, നല്ല തമിഴ് പടം. ഞാൻ പറയായിരുന്നു ഒരു സൈലന്റ് ആയിട്ട് വന്ന ഒരു പടമാണ്, ഹിറ്റ് അടിച്ച്. ആദ്യമൊന്നും ഈ പടത്തിന് ഒരുപാട് സെന്റർ ഒന്നും ഇല്ലായിരുന്നു, കുറവായിരുന്നു ഇതിന്റെ സെന്റർ. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് വീക്ക് ആയപ്പോഴാണ് ഇതിന്റെ സെന്റേഴ്സ് കൂടി വന്നത്. ഇപ്പൊ അതുകൊണ്ട് ഷോ കൂടുകയും ചെയ്തു. നല്ല രീതിയിൽ പടം, നല്ല അടിപൊളി പടമാണ്. പറഞ്ഞ ആൾക്കാരെന്താണ് ഇത്ര, എനിക്കൊന്ന് വെക്കേഷൻ കഴിഞ്ഞോണ്ടാണ്. പിന്നെ അങ്ങനെ പോകത്തില്ല, അങ്ങനെ ഫാമിലീസ് ഒന്നും പോയി കാണാനുള്ള വകുപ്പില്ല പടത്തിന്. പടം ഒന്നെങ്കിൽ കപ്പിൾസ് അല്ലെങ്കിൽ ഈ യൂത്ത് അങ്ങനെയുള്ള ആൾക്കാർ പോയി കയറി കാണപ്പെടുന്ന പടം. ഇങ്ങനെ ഒരു ആക്ഷൻ പടം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണാൻ പറ്റിയൊരു പടം. ആക്ഷൻ പടം ഇഷ്ടപ്പെടുന്ന രീതി അടിപൊളിയാണ്. ആക്ഷൻ പടം സൂപ്പറായിട്ട് ചെയ്തേക്കുന്നത്. ഞാനങ്ങനെ പടം സാധനം കഴിക്കാറില്ലാത്തതാണ്, ഉഴുന്നോട് എനിക്കൊരു താല്പര്യം ഇല്ലാത്തതാണ്. പിന്നെ കഴിക്കുന്നേ ഉള്ളൂ. പോക്കറ്റ് അടിക്കണമെന്ന് വിചാരിച്ചു, പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് കഴിക്കുന്ന പോക്കറ്റ് ഇടാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ പോക്കറ്റ് എവിടെ നിരക്കി കഴിക്കാറുള്ള വിശന്നിരിക്കുമ്പോ സ്ഥിരം സന്ദർശിക്കുന്ന കട ഇവിടെ കറച്ചല്ലേ. പിന്നെ അതിന് മുളക് ബജി ഉണ്ട്, മുളക് ബജി, മുട്ട ബജി, ഉഴുന്നുവട, ഉള്ളിവട, കട്ലറ്റ്, ബോണ്ട. ഓവറോൾ അടിപൊളി പടം, സൂപ്പർ പടം, ആക്ഷൻ പടം. നല്ലൊരു ആക്ഷൻ പടം കാണുന്നവർക്ക്
തിയേറ്ററിൽ നിന്ന് പടം പോകുന്നതിന് മുമ്പ് കാണാം. പിന്നെ ഈ ആഴ്ച കളിക്കും, കാരണം ഈ ആഴ്ച വേറെ പടമൊന്നുമില്ല, സിനിമ ഒന്നും വരാനായതുകൊണ്ട്. ഭയങ്കര നല്ല സൗണ്ട് എഫക്റ്റ് ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ഷനും സൂപ്പർ ബീജിയമും ഉള്ള അടിപൊളി ചെയ്തിട്ടുണ്ട് പടം. അർജുന്റെ ഒരുപാട് നാളത്തെ ശേഷമുള്ള ഒരു നല്ലൊരു പടമാണ്. അബ്രാമി അടിപൊളി ചെയ്തിട്ടുണ്ട്. അബ്രാമി നല്ലപോലെ അബ്രാമിയെ ഇങ്ങനെ ഒരു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അതെ സൂപ്പർ ആയിട്ട്. അത് പറയുന്നുണ്ട് അബ്രാമി പഠിക്കാൻ പോയതൊക്കെ. പിന്നെ ഹീറോയിനായിട്ടുള്ള ആ കൊച്ചുമുള്ള സൂപ്പർ. അതിന് വരുമോ എനിക്കറിയില്ല പേര്. വേറെ പടത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് അതിനെ. നല്ല രസമുണ്ട്. ഞാൻ പരിപ്പൂടെ അയക്കുന്ന കേട്ടോ. എനിക്ക് പോക്കറ്റ് വാങ്ങി തരാന്നാണ് പറഞ്ഞത്, പക്ഷെ എനിക്ക് പോക്കറ്റ് വേണ്ട. ഞാൻ പറഞ്ഞത് പോക്കറ്റ് ഭയങ്കര പ്രശ്നമാണ്, എന്റെ ഡയറ്റിന് ചേർന്നല്ലെന്ന്. പരിപ്പൂടെ നല്ലതല്ല, പക്ഷെ ഓയിലില്ല. അതൊക്കെ ഭയങ്കര ഹാർഡാണ്, ഭയങ്കര ഇതാണ്. പക്ഷെ ഇതില് ഓയിൽ എന്ന് പറയുന്ന സാധനേ ഇല്ല. നല്ല സോ ഐ ലൈക്ക് ഇറ്റ്. കഴിഞ്ഞു ഗൈസ്, ഒരു പരിപ്പട കഴിച്ചു കഴിഞ്ഞു. മതി, അല്ല ഒരു ചായ കൂടി കഴിഞ്ഞ് കടിയും കഴിച്ചിട്ട് ഇത് ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. എവിടെയാണ് പോകുന്നത്? ഇവിടെ ചുമ്മാ പുതുപ്പള്ളിക്ക് പോകുന്നതാണ്. പുതുപ്പള്ളി പോയിട്ടില്ല. പുതുപ്പള്ളി പോയിട്ടുണ്ട്, ഇവിടെ വർക്കിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ അവർക്ക് അറിയത്തൊന്നുമില്ല പുതുപ്പള്ളി. പള്ളിയിലും കയറണം. പുതുപ്പള്ളി പള്ളിയൊന്നും കണ്ടിട്ടില്ല ഇവിടെ. കണ്ടിട്ടുണ്ട്, എനിക്കൊന്നും കേറിയിട്ടൊന്നുമില്ല. അതൊന്നും അല്ല മെയിൻ ഉദ്ദേശം. ഞാൻ പറഞ്ഞു ഇവിടെ പുതുപ്പള്ളി പോയി കഴിഞ്ഞാല് നല്ല മീൻ കിട്ടുമെന്ന് പറഞ്ഞു. കാരണം ഇപ്പൊ മറ്റേ മഴ ആയതുകൊണ്ട് അവിടെ മീൻ പിടിക്കുന്നുണ്ട്. അമ്മയും പറഞ്ഞ കണ്ടത്തിൽ നിന്നൊക്കെ മീൻ പിടിക്കും. കണ്ടത്തിൽ നിന്ന് മറ്റേ അവിടെ മീൻ കയറി വരും. ഉണ്ടായിരുന്നു കേട്ടോ, ഈ സമയത്ത് ഉള്ളതാണ്. ഈ ചെല്ലുമ്പം ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. എങ്കിൽ ഞാൻ കൊല്ലും. ഞാൻ ഇല്ലെങ്കിൽ രണ്ടിടി ഞാൻ കൂടുതൽ എങ്കിൽ ഞാൻ ഇവിടെ പോവാന്ന് പറഞ്ഞതാണ്. എവിടെ? തിരുവഞ്ചൂര് ചേട്ടന്റെ തിരുവഞ്ചൂര് പൂത്തുമൂട് കിട്ടും. പൂത്തുമൂട് പറഞ്ഞ സ്ഥലമുണ്ട്. പൂത്തുമൂട് ഇതുപോലെ തന്നെ പുഴമീന് ആ പാലം കയറുന്നതിന് മുമ്പായിട്ട് സൂപ്പറാ. ഇപ്പൊ എന്തോ പുഴമീൻ ഇപ്പൊ കൈസ് മേടിച്ചായിരുന്നു. രണ്ട് മീൻ ഞങ്ങൾ മേടിച്ചായിരുന്നു. പുഴമീനെ വരാലും മേടിച്ചു. പിന്നെ വേറെ അവിടെ മേടിച്ചായിരുന്നു. സൂപ്പർ ആയിരുന്നു കേട്ടാ. അപ്പൊ അത് വെച്ചിട്ടാണേ പുതുപ്പള്ളി വരെ പോവാ. എങ്ങനെയാണോ അറിയത്തില്ല. പുതുപ്പള്ളി ചെല്ലുമ്പോ അറിയാം അവിടെ മീൻപിടുത്തക്കാരുണ്ടോ. വണ്ടി ഓടി സമയം ഇത്ര ആയി, 6:30 സമയം. പുഴമീനൊക്കെ മേടിക്കണമെങ്കിൽ 4-5 മണിയാവും ചെല്ലണം. അല്ലെങ്കിൽ അത് തീരും, അവര് കച്ചവടം നടത്തി പോവുകയും ചെയ്യും. ഇന്നെനിക്ക് ഒരു രക്ഷയില്ലത്ത് ഭയങ്കര തിരക്കാ. കോളിന്റെ കോള. ഇതാണ് ഒരു സൗദി എടുത്തുള്ള കുഴപ്പം. പുഴമീൻ അന്വേഷിച്ച് ഇറങ്ങുക ഈ 6:30 ആയപ്പോ സമയം. എന്റെ പൊന്നെ കാണാൻ ഇത്രയും വണ്ടി ഓടിച്ചു പോയി പെട്രോളും കളഞ്ഞു പോയിട്ട് പുഴമീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നോക്കി. ചിലപ്പോ പറയാൻ പറ്റും, സ്വാഭാവികം ചിലപ്പോ കിട്ടത്തില്ല. ചിലപ്പോ നേരത്തെ അവര് പോകും കച്ചവടക്കാര്. അത് അവിടെ പിടിച്ച് എങ്കിൽ ഇന്ന് കറി വെച്ചിരിക്കുന്ന ബാക്കി പുഴമീനും അറക്കാനുള്ള മീനും എടുത്ത് തോട്ടിക്കളഞ്ഞു. പിന്നെ കഴിക്കണ്ടായി. അത് ആ സമയത്ത് ഉള്ളതാണ് അവിടെ. എല്ലാ ദിവസവും ഉള്ളതാണ്. പക്ഷെ ഇന്ന് ഇത് കാണും, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. പക്ഷെ ഇന്നത്തെ പുഴമീൻ കറി സൂപ്പർ ആയിരുന്നു. കിട്ടാതെ അവിടെ പോലെ ഇത് കണ്ടോണ്ടിരിക്കുന്നവര്, നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ പറയുക ഏത് സമയത്താണ് പുതുപ്പള്ളിയിലെ മീൻ കിട്ടുന്നത്. പുതുപ്പള്ളിക്കാരായ സുഹൃത്തുക്കളുണ്ടെങ്കിൽ, പുതുപ്പള്ളിക്കാരായ നാട്ടുകാരുണ്ടെങ്കിൽ. ഞാൻ മീൻകറി വെക്കാൻ എടുത്തപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചതാ മീൻകറി വീഡിയോ എടുക്കണോ. ഞാൻ പറഞ്ഞു വേണ്ട, അതുകൊണ്ട് നന്നായി മീൻകറി. പുതുപ്പള്ളിയിലുള്ള ഇന്ന് ഞാൻ കോട്ടയം ശൈലിയിലാണ് മീൻകറി വെച്ചത്. കാരണം കോട്ടയത്ത് ഉള്ളിയൊന്നും ഇടത്തില്ലല്ലോ. നമ്മളാണ് ഉള്ളിയൊക്കെ ഇടുന്നത്. ഉള്ളിയൊന്നുമില്ല. പക്ഷെ ഉള്ളി സവോള ഇട്ടുണ്ടാക്കുന്നത്. പിന്നെ സവോള ഞാൻ ഇന്നവരെ മീൻകറി സവോള ഇട്ട് വെച്ചിട്ടില്ല. പോയി നോക്കാന്നല്ല പറയാൻ പറ്റും. നമുക്കിത് ഉറപ്പ് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്കിത് അവിടെ ഉണ്ടാവുന്ന വിശ്വാസം നമ്മൾ പോകുന്നു. കിട്ടുമായിരിക്കാം ചിലപ്പോ. മേ ബി നേരം സന്ധ്യ ആവുന്നുള്ളൂ. സന്ധ്യ സമയത്തൊക്കെ കിട്ടും. ആൾക്കാരെ ഒന്ന് മേടിക്കാന്നൊക്കെ ഈ സമയത്താണ്. ഓഫീസ് കഴിഞ്ഞ് പോകുന്ന ആൾക്കാരും അല്ലെ പോകുന്ന സമയത്തൊക്കെ റോഡ് സൈഡിൽ വെക്കും. പക്ഷെ അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നെടുത്തേ കണ്ടായിരുന്ന നല്ല കിടിലൻ കപ്പ ഇരിക്കുന്നു. സൂപ്പർ കപ്പ വേണം. നല്ല കപ്പ ഇരിക്കുന്നു. കപ്പ ഇനി വേണ്ടായിരിക്കും, കാരണം നാളെ ചക്ക എന്തോ പറിക്കുന്നുണ്ട്. ചക്ക ഇന്ന് അച്ഛൻ ചക്ക കേട്ടപ്പോ തന്നെ ചക്ക പറിക്കാൻ ഓടി. ചക്ക അടക്കാൻ വേണ്ടി പോയി. അമ്മ പറഞ്ഞു ചക്ക അടുത്താലോ, ഇന്ന് ചക്ക പറിച്ചാലോ എന്ന് പറഞ്ഞത്. അച്ഛൻ ഓടി ചക്ക പറിക്കാൻ വേണ്ടിട്ട്. അവൻ ഇന്ന് ഇത്രയും കറികളൊക്കെ ഉള്ളപ്പോ ഇനി ചക്കയും കൂടെ പോവുകയില്ല. കാരണം ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് സിനിമയ്ക്ക് വരണം. അപ്പൊ നാളെ ആക്കിയിട്ടുണ്ട് ആ പ്ലാൻ. അപ്പൊ നാളെ മിക്കവാറും പുഴമീനും കൂടെ കിട്ടിയ ചക്കപ്പുഴുക്കും പുഴമീനും ഒക്കെ ആയിട്ട് തിന്നാം, കഴിക്കാം. മഴയുണ്ട്, ഇപ്പൊ കിട്ടുക. മഴയുണ്ട്. ഈ സമയത്താണ് ഊത്ത പിടിക്കാൻ പോകുന്നത്. ഊത്ത പിടിക്കാനും പിന്നെ അല്ലാതെ മീനെ കിട്ടുന്ന പുഴമീൻ ഈ സമയത്ത് നല്ലപോലെ ഊത്ത കയറും. കണ്ട പാടത്തൊക്കെ. അതെ അങ്ങനെ വരുന്ന നല്ല വരാല്, മഞ്ഞക്കൂരി, പിന്നെ മറ്റേ വാള, പള്ളത്തി. ഇവിടെ ഒരാള് കഴിഞ്ഞ പ്രാവശ്യം പള്ളത്തി എനിക്ക് പോകാനുള്ളത് കൊണ്ട് പിന്നെ അമ്മ വൃത്തിയാക്കുമോന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പള്ളത്തി ഒരു ചെറിയൊരു സാധനം കണ്ടപ്പോ തന്നെ വൃത്തിയാക്കുന്ന കാര്യമാണ് ഞാൻ ചിന്തിച്ചത്. പരല്
ചിലർ തന്നെ പരലെന്ന് പറയും, ചിലർ തന്നെ പള്ളത്തി എന്ന് പറയും. അപ്പൊ അമ്മ പറഞ്ഞ് അത് വൃത്തിയാക്കാൻ എളുപ്പമാണ്, ചെറുതായിട്ട് ഇങ്ങനെ ചുരണ്ടി അത് അതിന്റെ പുറത്തുള്ള ചെതുമ്പല് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അത്ര എളുപ്പമാണ്. ഓ, അമ്മ പറഞ്ഞത് എത്ര നല്ല എളുപ്പത്തില് വൃത്തിയാക്കാൻ പറ്റുമെന്നെങ്കിൽ പിന്നെ മേടിക്കാം. മേടിച്ചു കഴിഞ്ഞാലും ഞാൻ തന്നെ മിക്കവാറും വൃത്തിയാക്കേണ്ടി വരും, കാരണം അമ്മയ്ക്ക് കാലൊക്കെ വയ്യാണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കാം. തേഞ്ഞു പോയി ഗൈസ്, തേഞ്ഞു പോയി. പുതുപ്പള്ളി മീനും കിട്ടിയില്ല, തേഞ്ഞു. എന്നിട്ട് ഇവിടെ പാറക്കേക്കട വരെ കൊണ്ടുവന്ന് കാണിക്കാനായിട്ട്. പാറക്കേക്കട ഇവിടെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു അങ്ങപ്പുറം ഒരു സ്ഥലമുണ്ട്, അവിടെ പോകാന്ന് പറഞ്ഞ് പാറക്കേക്കട വരെ കൊണ്ടുവന്നു. അങ്ങേപ്പുറത്തൊരു സ്ഥലം ഉണ്ടെന്നല്ല, ഇവിടുന്ന് 1 കിലോമീറ്റർ കൊണ്ട് പോയി അവിടെ മീൻ കിട്ടുമെന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകും. പാറക്കേക്കട തേനുമില്ല, ആൾക്കാർ ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നു, അത്രേ ഉള്ളൂ. പറ്റിച്ച് എന്നെ. പുതുപ്പള്ളിയിലില്ല. ഇനി എന്നാ മീൻ കിട്ടുന്നത് പുതുപ്പള്ളിക്കാരെന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ ഏത് സമയത്താണ് വരേണ്ടത്? നമ്മൾ വന്ന സമയം തെറ്റിപ്പോയതല്ല. സാധനം അവിടെ ഉള്ള പള്ളിയുടെ ഫ്രണ്ടിൽ തട്ട് കണ്ട്, നിങ്ങളൊരു ഇഷ്ടമുള്ള തട്ട് കണ്ടായിരുന്നു. തട്ടൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഏതോർമ്മ നേരത്തെ തീർന്നിട്ട് അവർ പോയതായിരിക്കും തോന്നുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ ഈ ഇതിന്റെ ആണോ, പുഴമീനിന്റെ തട്ടാണോ? പുഴമീന്റെ ആണ്. ഓ, അതുള്ളതാ. പക്ഷെ അത് ഇന്ന് കിട്ടാത്തോണ്ടാണോ, അത് കിട്ടിയത് നേരത്തെ തീർന്നിട്ടാണോ അറിയത്തില്ല, അല്ലെങ്കിൽ രാവിലെയാണോ കിട്ടുന്നത് അറിയത്തില്ല. എന്തായാലും മീൻ കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പൊ പള്ളിയിൽ പള്ളിയിലൊന്ന് കയറാൻ വിചാരിച്ചു. പള്ളി പോവാം. പുതുപ്പള്ളി കേറിട്ടില്ല, പള്ളി ഞാനും പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ പുതുപ്പള്ളി പോയിട്ടില്ല. നേരത്തെ കേറ്ററിംഗ് പോകുന്ന സമയത്ത് ഒരു തവണ കേറ്ററിംഗ് വന്നിട്ടുണ്ട് പുതുപ്പള്ളിയിൽ, അത്രേ ഉള്ളൂ. അപ്പൊ പള്ളി ഇന്നിപ്പോ പള്ളിയിൽ പോകാനാണ് വിധി ഉണ്ടായിരുന്നത്. മീൻ മേടിക്കാന്നുള്ള ഇതിൽ വന്ന് മീൻ കിട്ടാത്തതുകൊണ്ട് പള്ളിയിൽ കയറാന്നുള്ളതാണ്. മീൻ പുഴമീൻ കിട്ടുമെന്നുള്ള ഇതിൽ വന്നിട്ട് അപ്പൊ ഇന്ന് പള്ളിയിൽ വരണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് പള്ളിയിലേക്ക് വരാം. തിരുഞ്ഞൂര് പോണ കിട്ടിയല്ലേ? തിരുഞ്ഞൂരുണ്ട്, അതെല്ലാം ദിവസം ഉള്ളതെന്ന് തോന്നുന്നു. തിരുവഞ്ചൂര് കിട്ടുമായിരിക്കും. ഇവിടുന്ന് കെട്ടിക്കയറി ഇനി കുറെ ഇനി പോയിട്ട് കിട്ടത്തില്ല, ഇനി പോയി കിട്ടത്തില്ല. ഞാൻ പറയാ തിരുഞ്ഞൂരുള്ളതാണ്, അത് ഒരു വൈറ്റേ ഉള്ളൂ. ഈ സമയത്ത് ഇനി എവിടെ അങ്ങോട്ട്, ഈ സമയത്ത് ഒരു നല്ല മീനൊക്കെ ആൾക്കാർ വാങ്ങിക്കൊണ്ട് കിട്ടത്തില്ല. ഇനി കിട്ടുമല്ലോ. വല്ല തിരുഞ്ഞൂര് കിട്ടുന്ന വല്ല ഡേ ടൈമിൽ പോണം, അല്ലെ രാവിലെ പോണം, 10 മണിക്ക് പോകണം. കറുകച്ച അല്ലെ മറ്റേ കടൽ മത്സ്യം നല്ല മീനുണ്ടായിരുന്നു. അത് തിരിച്ചു പോകുമ്പോൾ മേടിക്കാമല്ലോ. കറുകച്ചാലിലെ പോകുന്ന ഇനി ഒന്ന് മീൻ പിടിക്കാം. ഇവിടുന്ന് പോകുന്നത് സെയിം ആണ്. ഇവിടുന്ന് തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ ഏത് റൂട്ടിൽ പോകണം അറിയോ? മണർകാടിയില്ല, പുതുപ്പള്ളി വന്നെങ്കിൽ നമ്മൾ മണർകാടിയില്ല. നമുക്ക് മണർകാട് എന്നാലോ? അതാ മണർകാട് വഴി പോവാം. മണർകാട് എന്ന് നമുക്ക് അതുവഴി അയർകുന്നം വഴി അങ്ങ് പോവാം. അതാണ് പിന്നെ അയർകുന്നം പോണ കാര്യമില്ല, ഇപ്പൊ സ്ഥലം അറിയത്തില്ല, അത് പറഞ്ഞാണ്. എന്തോ അയർകുന്നം പോണ കാര്യമില്ല, പണ്ടാണ് പിന്നെ ഓരോയ്ക്കുന്ന ഗുരുപ്പ വഴി പോവാം. മണർകാട് എന്നാ അതിന്റെ അടുത്തല്ലേ മറ്റേ നമ്മുടെ ചേട്ടന്റെ വീട്? അത് മറ്റേ 4 മണിക്കാരൻ്റെ അതിലേക്ക് പോകണം. നമുക്ക് അങ്ങോട്ട് പോവാം. കിട്ടുമല്ലോ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ. പിന്നെ ചിലപ്പോ അവിടെ കിട്ടിയ എന്തെങ്കിലും ഒരു നിന്റെ റിസ്കിലാണ് പോകുന്നത്, എന്റെ റിസ്കിലല്ല. നിങ്ങളെ റിസ്കിൽ പോയി, എന്റെ റിസ്കിൽ പോയ സ്ഥലങ്ങളിലൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു തുണ്ട് മീനെങ്കിലും മേടിച്ചോണ്ടേ ഞാൻ വന്നിട്ടുള്ളൂ. എന്റെ ഐഡിയ ആയിപ്പോയി ഗൈസ്, അതാണ് എന്റെ സ്വന്തം ഐഡിയ. ഇങ്ങേരെ ഐഡിയ എല്ലാം പാളിച്ചു വെച്ചാറുണ്ട്. എന്റെ ഐഡിയ ഇനി എന്താവും നോക്കണമല്ലോ. എന്റെ ഐഡിയ തേയാത്ത ഒരു കേസാണ് ഇവിടെ അടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഐഡിയ തന്നെ പറഞ്ഞു. എന്റെ ഐഡിയ തേയാത്ത ഒരു കേസായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ നോക്കട്ടെ, എന്റെ ഐഡിയ നോക്കട്ടെ. അതിൽ എന്റെ ഐഡിയ കൂടെ ഉണ്ടായിരുന്നു, ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് തേയാത്തത് അല്ലേ? നിങ്ങൾ പറഞ്ഞ സ്ഥലത്തൊന്നും മീൻ കിട്ടിയില്ല. ഇനി ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയാൽ ഇനി മീൻ കിട്ടും, ഒരു പൊടി മീനെങ്കിലും കിട്ടും. നോക്കാം, കിട്ടണേ മീൻ. നേരെ സന്ധ്യ ആവില്ല, അവര് പോവില്ല, അവർക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലോ, വെട്ടവും ഇല്ലോ. ലൈറ്റ് ഒക്കെ ഉണ്ട്, അവർക്ക് മറ്റേ ടോർച്ചൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ടോർച്ചല്ല, മീൻസ് ലാമ്പ്. ഈ മീൻ വിൽക്കുന്ന ആൾക്കാരൊക്കെ ആ ലാമ്പ് വെച്ചിട്ടാണ് ഇരിക്കുന്നതെന്നാണ് എന്റെ ഒരു കായൽ മത്സ്യങ്ങള്. സമയം തെറ്റിപ്പോയതാ പറ്റി. സത്യം. നമുക്ക് ഇത് വേണം വള്ളിക്കാരന്റെ ഈ വഴി കൂടെയാ ആണ്ട വണ്ടികൾ കയറുന്നത്. എന്തിനാണെന്ന് തോന്നുന്നു, ഞാൻ പോയിട്ടില്ല. ആണ്ട വണ്ടികളൊക്കെ കയറി പോകുന്നു. നമുക്കും അങ്ങോട്ട് തന്നെ പള്ളി കേറാം. നമ്മളും അങ്ങോട്ട് തന്നെ. ഇവിടെ കൂടുതലും തട്ടുകടകളാ, ചെറിയ ബജ്ജി. പള്ളി കാണിക്കൂ, തിരിച്ച് ക്യാമറ തിരിക്കൂ. പള്ളി കാണിക്കാം ഗൈസ്, ക്യാമറ. പുതുപ്പള്ളി പള്ളിയുടെ അവിടേക്ക് എത്തിയിരിക്കുന്നു. പള്ളിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇതിവിടെ കായൽ കാഴ്ച കാണുന്ന സ്ഥലമാണ്. മോളെ ഈ വഴിയല്ല, ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാരെയാണ്. എന്റെ റൂട്ടിൽ കയറി കണ്ട് പുതുപ്പള്ളി.
അവിചാരിതമായിട്ടാണെങ്കിലും ഇങ്ങോട്ട് വന്നതെങ്കിലും അതൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഇതുവഴി പലതവണ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, പള്ളി കണ്ടിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഞാനിവിടെ മാരേജിന് വർക്ക് ചെയ്യാനും വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ എനിക്ക് പള്ളിയിൽ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് കണ്ണൻ പറഞ്ഞത് നമുക്ക് ഇന്ന് പള്ളിയിലേക്ക് ഒന്ന് കയറാമെന്ന് പറഞ്ഞു. പള്ളിയിലേക്ക് കയറി രണ്ടാളും മെഴുകുതിരിയൊക്കെ വാങ്ങി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പം നമ്മളെയൊക്കെ വിട്ടു പോയ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയൊക്കെ എവിടെയാണ് കേട്ടോ ഉള്ളത്, അതൊക്കെ കണ്ടു. നന്നായിട്ട് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. അതാണ് പറയുന്നത്, നമ്മൾ ഒന്നും പ്ലാൻ ചെയ്ത് പോകുന്നതിനേക്കാളും ഇങ്ങനെ അവിചാരിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു പ്രത്യേക ഒരു സന്തോഷമുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോരെ കണ്ടുകൊണ്ട് പറഞ്ഞു, അയ്യോ എത്ര തവണ നമ്മൾ അതുവഴി പോയിട്ടുണ്ട്, പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് പള്ളിയിലേക്ക് കയറുന്നതും പ്രാർത്ഥിക്കാൻ പറ്റുന്നതും. അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ അമ്പലമൊന്നോ പള്ളിയൊന്നോ അല്ലെങ്കിൽ നമ്മൾ ഒരിടത്ത് പോയി തന്നെ പ്രാർത്ഥിക്കണമെന്നോ ഒന്നുമില്ല കേട്ടോ. അത് നമുക്കിപ്പോൾ വീട്ടിലായിരുന്നാലും വിളക്കോ അല്ലെങ്കിൽ മെഴുകുതിരിയോ കത്തിച്ചു വെച്ചോ അല്ലെങ്കിലോ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈശ്വരൻ എന്ന് പറയുന്ന ഒരാൾ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഉണ്ട് എന്ന് തന്നെയാണ് കേട്ടോ. ഇന്ന് പുഴമീൻ അന്വേഷിച്ച് പുതുപ്പള്ളിയിലേക്ക് വന്നതാണെങ്കിലും ഇതിൻ്റെ മുന്നിൽ കൂടി ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടല്ല. ഞാൻ വക്കീന് വന്നിട്ടുണ്ട്. അന്നൊന്നും ഞാൻ പള്ളിയിലേക്ക് കയറി പ്രാർത്ഥിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ്. ഒരു ഭയങ്കര ഒരു പ്രത്യേക ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ്, ഒരു പ്രത്യേക സന്തോഷമുണ്ട്. സോ ഐ എം സോ ഹാപ്പി. വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ കയറി ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. പീസ്ഫുൾ പ്ലേസ് എന്ന് പറയായിരുന്നു. എങ്ങനെയുണ്ട്? നിങ്ങൾ പള്ളിയിൽ കയറിയിട്ടില്ലല്ലോ? കണ്ണനും കയറിയിട്ടില്ല. കോട്ടയംകാരനായിട്ടും ഈ കോട്ടയത്തുണ്ടായിട്ടും ഈ പള്ളിയിൽ മെനി ടൈംസ് വന്നിട്ടും പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ കാറ്ററിങ്ങിനൊക്കെ പോയിട്ടുള്ള സമയത്ത് കണ്ണൻ വന്നിട്ടുണ്ട്. സോ എനിവേ പിന്നെ അല്ലാതെ ഇപ്പോഴാണ് അതങ്ങനെ ഒരുമിച്ച് പോകാനുള്ള ഭാഗ്യം ഒരുമിച്ച് പോകത്തില്ല. അതെ, അങ്ങനെ അങ്ങനെ പള്ളിയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് നല്ലൊരു എന്താ പറയാ ഭംഗിയായിട്ട് പീസ്ഫുൾ ആയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. തൊഴുതു എന്ന് പറയണ ഇപ്പൊ അമ്പലത്തിലായാലും പള്ളിയിലായാലും ഒരുപോലെയാണ്. തൊഴുതു പ്രാർത്ഥിച്ചു. അമ്പലത്തിൽ ഇപ്പൊ അമ്പലം പള്ളി അങ്ങനൊന്നുമില്ല. നമ്മളെല്ലായിടവും ഒരേപോലെ ഒരു പ്രപഞ്ച സൃഷ്ടാവിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് വിവിധ പേരുകളിൽ വിവിധ രൂപങ്ങളിലുള്ളതാണ്. സോ അതുകൊണ്ട് അവിടെ ഇവിടെ അങ്ങനെയുള്ള വേർതിരിവൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ തിരുവഞ്ചൂർ പൂത്തുമൂട് വരെ എത്തി. പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ തിരുവഞ്ചൂർ വന്ന് ഇവിടെ കിട്ടും മീനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഇല്ല. മനോഹരമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ മീൻ മേടിച്ച് മൊത്തം പരാജയപ്പെട്ടു പോയി. മീൻ കിട്ടി. ഞാൻ ഈ സമയത്ത് പറഞ്ഞ ഇവിടെ കാണത്തില്ല, 7:30 കിട്ടത്തില്ല. ഇവിടെ വരെ വന്ന് പേരൂര് വരെ വന്ന് അക്കരെ പേരൂര് വരെ വന്നിട്ട് പേരൂര് നിന്ന് റിട്ടേൺ അടിക്കാൻ പോകും. അങ്ങോട്ടും പോയിട്ട് കാര്യമില്ല. അങ്ങോട്ടൊക്കെ പോയി കുമാരലൂർ ലിംബോ വേണം വേണം. അയ്യോ മീൻ കിട്ടിയില്ല. എവിടെയെങ്കിലും ഒരു തട്ട് ഇല്ല, ഇവിടെ ഇല്ല, എങ്ങനെ റൂട്ടിലൊന്നും ഇല്ല. ഏറ്റുമാനൂർ പോകാൻ വേണ്ടിയാണോ? പോവാൻ വേണം. ഏറ്റുമാനൂർ അല്ല, ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ടില്ല. അങ്ങോട്ട് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. പേരൂര് അക്കരയിലോട്ടൊന്നും ഇല്ല. അല്ല, അവിടെ നിന്ന് കറക്കി എടുക്കാം. ഇനിയിപ്പോ എന്തായാലും അതിമനോഹരമായിട്ട് മീൻ കിട്ടിയില്ല. കുഴപ്പമില്ല, രണ്ടുപേർക്കും കിട്ടിയില്ലാത്തോണ്ട് ഞാൻ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. എനിക്കും കിട്ടിയില്ല, അവക്കും കിട്ടിയില്ല. ഇങ്ങേര് പ്രാഗി കാണും മീൻ കിട്ടില്ല. എനിക്ക് മനസ്സിലായി. എനിക്കും കിട്ടിയില്ല, അവക്കും കിട്ടിയില്ല. ഇങ്ങേരെ ഞാനിനി ഖരാവോ ചെയ്യുമെന്ന് ഈക്വലി രണ്ടുപേരും ഒരുപോലെ പരാജയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് വീട്ടിൽ പോയി മീൻകറിയും മീൻ വറുത്തൊക്കെ കൂട്ടി ചോറും കഴിച്ച് കിടന്നുറങ്ങാം. സഭയിൽ പോയി 8 മണിയാറ് 7:30 സമയം. എപ്പോ ഇറങ്ങിയതാ? അവിടെ തീരുമാനം കണ്ടില്ല. 6 മണിയാകുമ്പോ ഇറങ്ങിയതാ. 6 മണിയായപ്പോ ഇറങ്ങുന്ന കാര്യമില്ല. നിങ്ങളുടെ അങ്ങോട്ട് പോയി അരമണിക്കൂർ അവിടെ പോയി, പിന്നെ പള്ളിയിൽ പോയി സമയം. പിന്നെ ഇവിടെ എത്തി. ഇവിടെ പിന്നെ തിരിച്ചു പോവാ. ഇനി 1/2 മണിക്കൂർ അങ്ങോട്ട് യാത്രയുണ്ട് വീട്ടിലോട്ട്. ഇവിടുന്ന് തിരുവഞ്ചൂരിന്ന് പൂത്തുമൂടാണ് കേട്ടോ. ഏറ്റുമാനൂർ ആറാട്ട് നടക്കുന്ന സ്ഥലം. ഇവ ചേട്ടനൊക്കെ ശരിക്കും കണ്ടോ? ഇവര് ഈ അറ്റം വരെ ഇപ്പൊ പറയും ഇത് വീഡിയോ കാണുമ്പോൾ പറയും ഇവിടെ വരെ വന്നിട്ട് വീട്ടോട്ട് കയറിയിരുന്ന് പറയും
നമ്മൾ വീട്ടോട് ഇപ്പൊ പോയി പുള്ളി അവിടെ കാണത്തില്ല. അതെ. പുള്ളി വരുന്ന സമയമാകുന്നേ ഉള്ളൂ. പിന്നെ ചേച്ചിക്ക് എപ്പോഴാണ് ഡ്യൂട്ടി എന്ന് അറിയത്തില്ല. അതെ. നൈറ്റ് ആണോ ഡേ ആണോ പോയെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ആണെങ്കിൽ ചിലപ്പോൾ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോകും. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോകുന്നു. വാഹനം കയറി ഞങ്ങൾ നേരെ ഞങ്ങൾ വീട്ടിൽ പോകാൻ വിചാരിച്ചു. ഇനിയിപ്പോ നേരെ വീട്ടിലോട്ട്. ഡാഡി മമ്മി വീട്ടിലുണ്ട്, അപ്പൊ അതുകൊണ്ട് പോവാം വീട്ടിലോട്ട്. ഓക്കേ. അപ്പൊ നമ്മുടെ അതിവിശാലമായിട്ടുള്ള ഇന്നത്തെ ചെറിയ വീഡിയോ വൺ ഡേ ഡേറ്റിംഗ് അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ. മൂവി ഡേറ്റിംഗ് കഴിഞ്ഞു, മീൻ ഡേറ്റിംഗ് കഴിഞ്ഞു. അതെ. അതുകൊണ്ട് ഞങ്ങള് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം വേറെ എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങളായിട്ട് വരുന്നതായിരിക്കും. ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇന്നത്തെ ഞങ്ങളുടെ മൂവി ഡേറ്റിംഗും കഴിഞ്ഞ് മീൻ ഡേറ്റിംഗും കഴിഞ്ഞ് ലാസ്റ്റ് മൂവി ഡേറ്റിംഗ് നടന്നു, പള്ളി ഡേറ്റിംഗും നടന്നു. പക്ഷെ മീൻ മാത്രം കിട്ടിയില്ല. ഇന്ന് ഞാൻ ആഗ്രഹിച്ചു പുഴമീൻ കിട്ടണം, മറ്റെന്താ ഈ മീന് എന്തോ മഞ്ഞക്കൂരി പള്ളത്തിയൊക്കെ കിട്ടണമെന്ന് വിചാരിച്ചു. പക്ഷെ നാളെ മേടിക്കാം. നാളെ മേടിക്കാം. നാളെ നമ്മള് ഇതേ ചൊറുക്കില് രാവിലെ വരും, നോക്കിയോ. അടുത്ത വീഡിയോ വരെ കാണുമ്പോൾ വണക്കം. അപ്പൊ പുതിയ വീഡിയോ കാണണമെങ്കിൽ അച്ഛല്ല കണ്ടിന്യൂസ്ലി വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അപ്പോ സ്റ്റേ ട്യൂൺ. ടാറ്റാ, ബൈ ബൈ.